വെൽക്കം ടു വേൾഡ് മാലോ. 2024 ഡിസംബർ മാസം PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. 2024 വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? വിക്ടോറിയ കാജൽ തീൽവേക്ക്. 2024 വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? വിക്ടോറിയ കാജൽ തീൽവേക്ക്. 4ാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 4ാമത് നെഹ്റു സർക്കുലർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ. IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൊൻകുന്നം സെയ്ദ്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പൊൻകുന്നം സെയ്ദ്. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി? പ്രൊഫസർ മഹ്മൂദ് കുരിയ. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷന്റെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി? പ്രൊഫസർ മഹ്മൂദ് കുരിയ. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ദിതി എസ് നായർ. പീരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ 1 മിനിറ്റിനുള്ളിൽ 62 മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ദിതി എസ് നായർ. 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഏതാണ്? ആടുജീവിതം. 2024 ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഏതാണ്? ആടുജീവിതം. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദാമോദർ മൗസോ. പ്രഥമ VP ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദാമോദർ മൗസോ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിലമ്പൂർ ആയിഷ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിലമ്പൂർ ആയിഷ. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്നത് എവിടെയാണ്? ഗോവ. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുന്നത് എവിടെയാണ്? ഗോവ. ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? K സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ അടുത്ത കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? K സഞ്ജയ് മൂർത്തി. ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. നോവൽ ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ഇത്തവണത്തെ JCB സാഹിത്യ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജി. നോവല് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ലഭിച്ചത് ആർക്കാണ്? കാലിക്കറ്റ് FC. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം ലഭിച്ചത് ആർക്കാണ്? കാലിക്കറ്റ് FC. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യൻ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ? കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യൻ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ? കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ HSS. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷ്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PR ശ്രീജേഷ്. ഒരു കലണ്ടർ വർഷം 2020 3 സെഞ്ചുറി നേടിയ ആദ്യ ബാറ്റർ സഞ്ജു V സാംസൺ. ഒരു കലണ്ടർ വർഷം 2020 3 സെഞ്ചുറി നേടിയ ആദ്യ ബാറ്റർ ആരാണ്? സഞ്ജു V സാംസൺ. 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരം തിലക് വർമ്മ. 2020 ക്രിക്കറ്റിൽ തുടരെ 3 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യത്തെ താരം തിലക് വർമ്മ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യക്ക്.
റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി തെളിമ. റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി തെളിമ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീപ്ലെയിൻ. കേരളത്തിലെ ജലാശയങ്ങളെയും വിമാനത്താവളങ്ങളെയും കോർത്തിണക്കുന്ന പദ്ധതി സീപ്ലെയിൻ. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെ? കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? കൊല്ലം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കേരളം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കേരളം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല കൊല്ലം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജില്ല കൊല്ലം. ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ഹേമന്ത് സോറൻ. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദൻ. ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദൻ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകൾ സോബി ഡ്രോണുകൾ. പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഭയപ്പെടുത്താതെ അവയുടെ വിവരം ശേഖരിക്കാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകളാണ് സോബി ഡ്രോണുകൾ. സത്യജിത് റായുടെ പ്രശസ്ത ചലച്ചിത്രം പാഥേർ പാഞ്ചലിയിലെ ദുർഗയെ അനശ്വരമാക്കിയ നടി അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? ഉമാദാസ്. സത്യജിത് റായുടെ പ്രശസ്ത ചലച്ചിത്രം പാഥേർ പാഞ്ചലിയിലെ ദുർഗയെ അനശ്വരമാക്കിയ നടി അടുത്തിടെ അന്തരിച്ചു. പേര് ഉമാദാസ്. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ നടൻ മേഘനാഥൻ. അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും നാടകകൃത്തുമായ എഴുത്തുകാരൻ ആരാണ്? ഓംചേരി NN പിള്ള. അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരനും നാടകകൃത്തുമായ എഴുത്തുകാരൻ ആരാണ്? ഓംചേരി NN പിള്ള. അടുത്തിടെ അന്തരിച്ച വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ എഴുത്തുകാരൻ ആരാണ്? കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച വീരകേരളം എന്ന മഹാകാവ്യം എഴുതിയ എഴുത്തുകാരൻ ആരാണ്? കൈതക്കൽ മന ജാതവേദൻ നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കൂത്തുകലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കൂത്തുകലാകാരൻ കവിയൂർ PN നാരായണ ചാക്യാർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻ ബാക്ക്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻ ബാക്ക്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുൺ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷാജി N കരുൺ. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ഹോങ്കോങ് സംവിധായിക ആൻ ഹൂയി. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ഹോങ്കോങ് സംവിധായിക ആൻ ഹൂയി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച സംവിധായിക പായൽ കബാഡിയ. ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ച സംവിധായിക പായൽ കബാഡിയ. ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ഋഷിത ഋതു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ഋഷിത ഋതു. KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ M ലീലാവതി. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ബാച്ച്ല. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ബാച്ച്ല. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് അർഹനായതാരാണ്? സുബി ജേക്കബ് ജോർജ്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് അർഹനായതാരാണ്? സുബി ജേക്കബ് ജോർജ്. കലാനിധി സെൻട്രൽ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? പ്രഭാവർമ്മ, രവി മേനോൻ.
കലാനിധി സെൻട്രൽ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? പ്രഭാവർമ്മ, രവി മേനോൻ. സിസ്റ്റർ ബനീജ സാംസ്കാരിക സമിതിയുടെ ബനീജ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. സിസ്റ്റർ ബനീജ സാംസ്കാരിക സമിതിയുടെ ബനീജ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. ലോക ചെസ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദൊമ്മരാജു ഗുകേഷ്. ലോക ചെസ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദൊമ്മരാജു ഗുകേഷ്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യൻ താരവും ആരാണ്? ദൊമ്മരാജു ഗുകേഷ്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ഇന്ത്യൻ താരവുമാരാണ്? ദൊമ്മരാജു ഗുകേഷ്. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? PS നമ്പൂതിരി, MP സുരേന്ദ്രൻ. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? PS നമ്പൂതിരി, MP സുരേന്ദ്രൻ. ഈ വർഷത്തെ ക്രോസ്വേർഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സഹറു സുനൈബ കണ്ണനാരി. ഇംഗ്ലീഷ് നോവലിനാണ് ലഭിച്ചത്. ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഈ വർഷത്തെ ക്രോസ്വേർഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സഹറു സുനൈബ കണ്ണനാരി. ഇംഗ്ലീഷ് നോവലിനാണ് ലഭിച്ചത്. ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സൂര്യ കൃഷ്ണമൂർത്തി. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സൂര്യ കൃഷ്ണമൂർത്തി. 2034 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി സൗദി അറേബ്യ. 2034 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി സൗദി അറേബ്യ. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരൊക്കെ? ഉർവിൽ പട്ടേൽ, അഭിഷേക് ശർമ്മ. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരൊക്കെ? ഉർവിൽ പട്ടേൽ, അഭിഷേക് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? കെയ്ൻ വില്യംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? ജയ് ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? ജയ് ഷാ. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആര്യാന സബലെങ്ക. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആര്യാന സബലെങ്ക. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയത് ആരാണ്? നിഹാൽ സരിൻ. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ് കിരീടം നേടിയത് ആരാണ്? നിഹാൽ സരിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിച്ചത് ആരെയാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിച്ചത് ആരെയാണ്? സഞ്ജയ് മൽഹോത്ര. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നവിസ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നവിസ്. നാസയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജാരദ് ഐസക്മാൻ. നാസയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജാരദ് ഐസക്മാൻ. സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചത് ആരെയാണ്? മുഹമ്മദ് അൽ ബഷീർ. സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചത് ആരെയാണ്? മുഹമ്മദ് അൽ ബഷീർ. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ പദ്ധതി മിഷൻ മൗസം. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി മിഷൻ മൗസം. അടുത്തിടെ ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച ചുഴലിക്കാറ്റ് ഫെയ്ഞ്ചൽ. അടുത്തിടെ ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച ചുഴലിക്കാറ്റ് ഫെയ്ഞ്ചൽ. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കാൻ ഇന്ത്യ പരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ സ്പേഡെക്സ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കാൻ ഇന്ത്യ പരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ സ്പേഡെക്സ്. സൂര്യന്റെ ഏറ്റവും ചൂട് ഏറിയതും പുറമേയുള്ള പ്രഭാവലയവുമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്ന ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യം പ്രൊബ 3. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ളതുമായ പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്ന ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യം. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്ന ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യം പ്രൊബ 3. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് വില്ലോ.
ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് വില്ലോ. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമ ദ കുംഭയ സ്റ്റോറി, സംവിധാനം നിവേദിത ബാനർജി. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമ ദ കുംഭയ സ്റ്റോറി, സംവിധാനം നിവേദിത ബാനർജി. ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ഏതാണ്? ജെമിനി 2.0. ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0. അടുത്തിടെ അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന വ്യക്തിയാരാണ്? MS കൃഷ്ണ. അടുത്തിടെ അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന വ്യക്തിയാരാണ്? MS കൃഷ്ണ. അടുത്തിടെ അന്തരിച്ച നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വ്യക്തിയാരാണ്? ചെമ്പുക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ. അടുത്തിടെ അന്തരിച്ച നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന വ്യക്തിയാരാണ്? ചെമ്പുക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ. അടുത്തിടെ അന്തരിച്ച പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി ആരാണ്? MTR രാമചന്ദ്രൻ. അടുത്തിടെ അന്തരിച്ച പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി ആരാണ്? MTR രാമചന്ദ്രൻ. ഇപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.